ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിദ്യാസ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോള ഭട്ടൂരയാണ് ഡിന്നറിന്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ ചെറിയ ചെറിയ കൊച്ചു വിശേഷങ്ങൾ കാണിക്കാം. നമ്മൾ ചോള ഭട്ടൂര തയ്യാറാക്കുന്നതിൽ ചോളയാണിത്. അപ്പോൾ ഇതിന് നമ്മൾ വലിയ കടലയെന്നും വെള്ളക്കടലയെന്നും ഒക്കെ പല പേരിലും അറിയപ്പെടുന്നു. പലരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 1 hour സോക്ക് ചെയ്യാൻ വെച്ചിരുന്നതാണ്. ഇതിന് നമുക്ക് കുക്കറിൽ ഒരു 4 വിസിലടിക്കുന്നിടം വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുക്കറിലിടുന്നതിന് അതിൻ്റെ മുൻപായിട്ട് ഞാനിതിലേക്ക് ഒരു 2 കഷ്ണം പട്ടയും ഒരു 3-4 പെപ്പർ കുരുമുളകും പിന്നെ ആണെങ്കിൽ മറ്റേ നമ്മുടെ ഇലയുണ്ടല്ലോ, ബിരിയാണിയിലൊക്കെ ഇടുന്ന ഇല, എന്താണോ പേര് ഇപ്പോൾ കിട്ടുന്നില്ല, മറന്നുപോയി. നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ? അതും വേണം. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉപ്പൂടെ ചേർത്തിട്ട് കടല വേകാനുള്ള വെള്ളവും ചേർക്കണം. അപ്പോൾ അത് ഞാൻ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഭട്ടൂര റെഡിയാക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിന് ഒരു 1.5 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്, മൈദയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂണോളം റവ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഷുഗറാണ് ഞാൻ ചേർക്കുന്നത്. 1 ടീസ്പൂണോളം ഷുഗർ ഇടുന്നുണ്ട്. ഇനിയും ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ചേർക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കണം, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ. പിന്നെ ഞാൻ ചേർക്കുന്നത് കുറച്ച് തൈരാണ് ചേർക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലിരുന്നതാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം വരും. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ കൈ കൊണ്ട് തന്നെ പറ്റത്തുള്ളൂ. നമ്മുടെ വീട്ടിലുള്ളവർക്കൊക്കെ കഴിക്കാനാകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഓരോരുത്തരെടുക്കുന്ന പൊടിയുടെ അളവും പൊടിയുടെ ബ്രാൻഡും ഒക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഓയിലൊക്കെ ചേർക്കേണ്ടത്. ഇതിനൊരു 20 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അപ്പം നമുക്ക് ബാക്കി കറിയൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോഴത്തേക്കിന് കറക്റ്റ് ആകും. ഇപ്പം ലാസ്റ്റ് ഒരു വിസിലും കൂടെ ഇനി അടിക്കട്ടെ. ഇപ്പം 3 എണ്ണം അടിച്ചിട്ടുണ്ട്. ഇനി 1 കൂടെ അടിച്ചിട്ട് പിന്നെ കുറച്ച് സാധനം കൂടെ ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി പിന്നെ ആണെങ്കിൽ ടൊമാറ്റോ മല്ലിയില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് ഇതിലേക്കൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം ഞാൻ അതൊരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളമാണ് ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം ജീരകപ്പൊടിയാണ്. ജീരകം ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചേർക്കുന്നത് പഞ്ചാബി ചോള മസാലയാണിത്. അപ്പോൾ ഇത് തന്നെ ചേർത്തെങ്കിൽ മാത്രമേ നമുക്ക് ആ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇല്ലാതെ നമ്മൾ മുളകും മല്ലിയും മാത്രമായിട്ട് ചേർത്താൽ ആ ഒരു ചോള ഭട്ടൂര എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ നോർമൽ കടലക്കറിയായിട്ട് മാറും. അപ്പോൾ ഈ മസാല തന്നെ ചേർത്തേ പറ്റത്തുള്ളൂ. ഇഷ്ടമുള്ള ബ്രാൻഡിലെ ഉപയോഗിക്കാം. അപ്പോൾ കടായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് പെരിഞ്ജീരകം, കുരുമുളക്, പിന്നെ ആണെങ്കിൽ ഒരു ഗ്രാമ്പൂ, ഒരേലക്ക, പിന്നെ കുറച്ച് നല്ല ജീരകം, പിന്നെ 3-4 ചെറിയ പീസായിട്ടുള്ള നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ മുളക് പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരിക്കും. പിന്നെ ഇച്ചിരി ഒരു ഗാർലിക്ക് കൊത്തിയരിഞ്ഞത്, പിന്നെ കുറച്ച് ജിഞ്ചർ, ഇത് ചെറുതായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനിയും അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരും.
ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ പ്യൂരിയും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൊറിയാണ്ടർ ലീഫ് കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയിട്ട് ഇനി നമുക്ക് ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ മസാലകളെല്ലാം, അപ്പോൾ അതുകൂടി ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുമ്പോഴത്തേക്കിന് അത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. നമ്മുടെ കടല നന്നായിട്ട് കുക്കായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരുപാട് അങ്ങ് വേവണ്ട, ഒരു പാകത്തിന്. അപ്പം നമ്മുടെ മസാലയിലെ വെള്ളമൊക്കെ വറ്റി. അപ്പം നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരുന്ന ചനയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനി അവിടെ ഇരുന്ന് നന്നായിട്ട് കുക്ക് ആയിക്കോട്ടെ. നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഗ്രേവി വേണം നമ്മുടെ ചോള ഭട്ടൂരയ്ക്ക്. അപ്പോൾ അതുവരെ ഇതിവിടെ ഇരുന്ന് പതുക്കെ ഒന്ന് കുക്കായി വരട്ടെ. ഇതിനി നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പം നമ്മുടെ ചോള മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പീസ് ബട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഭട്ടൂര റെഡിയാക്കാം. അപ്പം നമ്മുടെ ഭട്ടൂര ഒരു 20 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ടൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ പൂരിയേക്കാളും കുറച്ച് വലുപ്പത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലൂടെ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് പരത്തിയെടുക്കാം. അപ്പം എല്ലാം ഈസി ആകുമല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ പൊടിയൊന്നും അല്ല ആഡ് ചെയ്യുന്നത്, കുറച്ച് ഓയിൽ പുരട്ടിയിട്ടാണ് നമ്മളിതിനെ ചപ്പാത്തിയുടെ അത്രയും വലുപ്പം ആകത്തില്ല, എന്നാൽ പൂരിയെക്കാട്ടിലും വലുപ്പത്തിൽ പരത്തിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ഇട്ട് കൊടുത്ത് പൂരി നോർമലായിട്ട് നമ്മൾ പൂരി എങ്ങനെയാണോ പൊള്ളിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ എടുത്താൽ മതി. ഇത് പക്ഷേ നന്നായിട്ട് ഇത് പൊന്തി വരും. ഇത് ഞാൻ പരത്തി വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത് ശരിക്കും പൊങ്ങി വരാത്തത്. ഇല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരേണ്ടതാണ്. അപ്പം നമ്മുടെ ചോള ഭട്ടൂര റെഡി ആയിട്ടുണ്ട്. ചേട്ടൻ വരാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിപ്പോൾ, അപ്പോൾ ചൂടോടെ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പരത്തി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ലേറ്റായി പോയത് കൊണ്ടാണ് പൊങ്ങി വരാഞ്ഞത്. കണ്ണൻചേട്ടൻ താമസിച്ചത് കൊണ്ടാണ്. വരാൻ കുറച്ച് ലേറ്റായിപ്പോയില്ലേ, ഓഫീസിൽ പെട്ടുപോയി. എന്താ ചെയ്യാനാ? അതുകൊണ്ട് ഇത് നന്നായിട്ട് പൊന്തി വന്നു. തണുത്തത് കൊണ്ടാ. നല്ല സോഫ്റ്റ് അല്ലേ? എന്ത് ചെയ്യുന്നു, മുറിച്ചൊക്കെ ഒന്ന് കാണിച്ചേ. പക്ഷെ ഇത് ഞാനാണെങ്കിൽ എടുക്കുന്നത് കൂടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. എങ്ങനെയുണ്ടോ അതു ശിവനെ?